ധൈര്യമായിട്ട് എടുക്കുക, ഓടിക്കുക, കാശ് മുടക്കാതെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുക. എങ്ങനെയുണ്ട് സാറിൻ്റെ വണ്ടിയുടെ എക്സ്പീരിയൻസും? 100% ഹാപ്പി കസ്റ്റമറാണ്. അതെ, കാരണം വെച്ചാൽ എനിക്കിതുവരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. പിന്നെ EVയുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് പൊതുവെ? ബാക്കി കസ്റ്റമേഴ്സിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന? പിന്നെ ഉറപ്പായിട്ടും 100% ഞാൻ റെക്കമെൻഡ് ചെയ്യും. എനിക്കൊരു പേടിയും തോന്നില്ല. എനിക്ക് ഈ ഒരു വണ്ടിയേ ഉള്ളൂ. ആ ഒരു വണ്ടി വെച്ചാണ് ഞാൻ ഈ പരിപാടികളെല്ലാം ചെയ്യും. ഇപ്പോൾ ഞാൻ ആദ്യമേ ഒരു 2 ലോങ്ങേ ആകെ പോയിട്ടുള്ളത്. ബാക്കി മുഴുവൻ കേരളത്തിൽ കൂടെ ഓടിച്ചതാണ്. സ്വാൻമാർഗ് പോയപ്പോൾ 51 ഫാസ്റ്റ് ചാർജിങ്ങും ഭൂട്ടാൻ പോയപ്പോഴത്തേന് 53 ഫാസ്റ്റ് ചാർജിങ്ങാണ്. ഇനി ലെക്സറിൻ്റെ സർവീസിനെ പറ്റി പറയാനുള്ള ഫീഡ്ബാക്ക്? അടിപൊളി. എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് ഒരിടത്തും ഉണ്ടായിട്ടില്ല. ഒരു സർവീസ് ഉണ്ട്. അത്രയും ടച്ച് പോയിന്റ്സ് ഉണ്ടായിരുന്നാണ് നമുക്ക് അത്രയും ഫീസ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഞാനും കുറേ കൂടെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടാൻ ഈ മസിൽ പിടിച്ചിട്ട് ഇതിനകത്ത് ഒരു കാര്യമില്ല. ഞാൻ നാത്തില പാസ് പോയി ഞങ്ങൾ പെർമിഷൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആദ്യമായിട്ട് കൊടുക്കുന്ന ഇതുവരെ രീതിക്കും പെർമിഷൻ കൊടുത്തിട്ടില്ല എന്നാണ്. സർവീസ് കോസ്റ്റ് എനിക്ക് ഒരു 7500-ൻ്റെയൊക്കെ സർവീസിന് ഒരു 2000-നകത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ 15,000-ന് നോർമലി 2000-3000 കിടക്കുക. മേജർ സർവീസ് ഒരു 30-60-നൊക്കെ ഒരു 5,000-6,000 അതേ കോസ്റ്റാണ്. അതെ. ഫസ്റ്റ് ടയർ മാറിയത് നമുക്ക് എത്ര? ഞാൻ 75,000. നമുക്ക് വളരെ സന്തോഷമുണ്ട് സാർ ഈ 2 ലക്ഷം കിലോമീറ്റർ നമ്മുടെ ടാറ്റ നെക്സോണിൽ കവർ ചെയ്തെന്നുള്ളത്.